എനിക്കും വേണ്ട. ഗുഡ് ബൈ. ഹലോ നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം? അമ്മോ ദേ അതിന് വട്ടായി എന്നാ തോന്നണേ. അതിന് നിനക്കെന്താ മിണ്ടാ നടക്കണേ. ഒന്നുകൂടി. ഹലോ. വളരെ സോഫ്റ്റ് ആയിട്ട് ശബ്ദം താഴ്ത്തി. ഹലോ ഹലോ പറയടി. ഫോണുമായി നിന്ന് കലി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ട് ചെയ്ത് സംസാരിക്കടി. നിന്റെ മറ്റവൻ വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ഷർട്ട് പാതി ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡില് എനിക്ക് സൗകര്യമുള്ളടി നിന്റെ അമ്മൂമ്മയുടെ ട്രെൻഡിന്. ഞാൻ अब खुद को देख रहा है. पहली बार आई स्माइल उसके चेहरे पे. പക്ഷെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് ചാത്തന ഫ്രീ കഴിഞ്ഞു. കരിമണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ് കിന്നര വീണത്തന്ത്രിൽ मेरी बातें कर रहा हूँ. अच्छा അതോ എന്റെ മനസ്സാണോ क्या लिख रहा है? अब कैसे कर रहा हूँ बातें? पहले कैसे करता था बातें? എന്തിനാ എന്നെ പിടികൂടി കച്ചറയുണ്ടാക്കാനല്ലേ? ഹേയ് അതിന് ആളെ നേരി കാണണ്ട. എങ്ങനെ നിന്റെ അമ്മൂന്റെ ആരുടെ ആ അമ്മൂന്റെ പിന്നാലെ വാലായിട്ട് ജയകൃഷ്ണൻ നടക്കണത്. ओ ഞങ്ങളുടെ അമ്മൂനെ ചീത്ത പറയാൻ നീ ആരടി നായിന്റെ മോളെ? ओ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? വല്ല പെണ്ണുങ്ങളും അങ്ങനെ വല്ലാടത്തുനിന്ന് വന്ന പെൺകുട്ടിയൊന്നല്ല അമ്മു. നല്ല അന്തസ്സുള്ള തറവാട്ടി പുറത്ത് കുട്ടിയാ. കല്യാണം കഴിക്കാനൊക്കെ ഒരു 10 വട്ടം കൂടി ഞാൻ ജനിക്കണം. മതി. ഇനി നീ ആരെ ഏതാ എന്താ ഒന്ന്. ഹലോ എന്തു വല്ലാണ്ട് ദേഷ്യപ്പെടുന്നതും കണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അയ്യാ സുഖേട്ടനെ കുറിച്ചൊന്നും അല്ല. പിന്നെ ആരാ ജയകൃഷ്ണൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളവര്? അതൊരു ഫ്രണ്ടാ. ഫ്രണ്ട് അപ്പൊ വിളിച്ചതാരാ? അത് ഒരുത്തനോ? ആ ഏതോ ഒരുത്തൻ കുറച്ചു ദിവസമായിട്ട് ഫോണിൽ വിളിച്ച് നിന്നെ ആരാടാ വിളിച്ചേ? വട്ടായി വട്ടായി. अच्छा फिर और करने लगे. ഞാൻ സോറി പറയാൻ വിളിച്ചതാ. സോറി എന്ന് ഇവിടെ ആർക്കാ പറയുമ്പോഴാ ആ അമ്മൂനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ തോന്നണേ. എന്തിനാ കേട്ടിട്ട്? അതുപോലെ ആയാൽ എന്നോടും ആകാൻ ശ്രമിക്കണത് ഇഷ്ടമല്ലാന്നുണ്ടോ? ശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല, हाँ मुझे ജന്മം കൊണ്ട് ഉണ്ടാവണത് അതൊക്കെ. अच्छा जानता है वो मुझे മുതലാളി പെൺകുട്ടിയെ പറ്റി पहले से नहीं उसने देखा मुझसे काम करते हुए. अच्छा हाँ आज ही ഇന്ദ്രൻ. പക്ഷേ അവിടെ ഒരാളും കാണാതെ പോകുന്നൊരു പുണ്യ ജന്മമുണ്ട്. അത് खुश हो गई. എന്നത് കരുത്തുകൊണ്ട് ആരെയും കീഴ്പ്പെടുത്താന്നും എന്ത് നേടിയെടുക്കുക എന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നും എന്നെ പഠിപ്പിച്ചത് ഈ അമ്മുവാ. सॉरी बोल दिया उसने. എക്സ്ട്രീംലി സോറി. ഹേയ്
എന്തിനാ എന്നോട് സോറി പറയണേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? आई लव यू बोल दिया इसने। हैं? Really, I love you. खुश हो गया। आई लव यू कह दिया इसने। कहीं वो खुद से तो नहीं बोल रही, खुद से बोल रही शायद। कितना कुछ हो रहा है। उदास हो गई। दोनों गल बगल ही है। ഹലോ, ജയകൃഷ്ണന് ശരിക്കും ആഗ്രഹമുണ്ടോ? हैं? मिलेगी? उसमें तो मिलती नहीं हो। കുറച്ചുകൂടെ മുന്നോട്ട് വരും. മരങ്ങൾക്കിടയില് കാണുന്നുണ്ടോ എന്നെ? പക്ഷേ ജയകൃഷ്ണൻ क्या കണ്ണടച്ച് पता ना आए सामने। ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കും. सपना दिख रहा था। सपना എന്താ പണിയെ കാണിച്ച് കൃത്യമായ സമയത്ത് വിളിച്ചുണർത്തി. അതാണ് മല്ലിക. इंसान बोलता रहता ഏത് है। കാര്യത്തിലും अच्छा तभी ये गलत समझ रहा था क्योंकि ये गलत वर्ड बोलता था ना। अच्छा, और इसने वही बात बोली। तभी तो ये उसके बारे में गलत सोचने लगा था। ആര് മല്ലികേ? എടാ, ഞാൻ കണ്ടത് സ്വപ്നമല്ലേ? സ്വപ്നം കാണുന്ന ഉറക്കത്തിൽ അല്ലാണ്ട് പിന്നെ ഉണർന്നിരിക്കുമ്പോഴാ എടാ, സ്വപ്നത്തിലും ഉണർന്നിരിക്കണം. ഇങ്ങനെയുള്ള വന്നിട്ടില്ല. പിന്നെ എങ്ങനെ കാണാനാണ്? ഇപ്പൊ ഞാൻ തല്ലിയിട്ടില്ല. ആ, ഇങ്ങനെ മനസ്സിലാവുന്നു. പറ. अच्छा, ബോഡിഗാർഡിന് പതിവായി ഫോണിൽ വിളിക്കാറുണ്ടത്രേ. ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് Ladies hostel. ഹോസ്റ്റലിൽ കണ്ടുപിടിക്കണ്ടേ? വാ. എടാ, അപ്പൊ അവളോട് ഇവിടുന്ന് ഫോണിലാരും സംസാരിക്കും. അതിലൂടെ ഒരാളറിഞ്ഞത് പറയാം നമുക്ക്. ये तो घर पे ही है ना शायद। ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് നിന്ന് പരുങ്ങണേ. അയ്യോ, കുട്ടി ഈ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല കേട്ടോ. ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എങ്കിൽ പറയണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചു. अब बात तो बहुत सारी लड़कियां कर रही है फोन पे। വെളുത്ത പെണ്ണ്, കറുത്ത ചുടിദാർ. हाय, सब बातें कर रही है। सभी तो करेंगी बातें, बहुत सारी लड़कियां करेंगी बातें तो। അപ്പോ നല്ല രസമായിരിക്കും അല്ലേ? യോ, ഇവളും സംസാരിക്കണുണ്ടല്ലോ. गर्ल्स हॉस्टल में घुस गया है। सब कर रही बातें है। भयंकर। ओ, जुराई हो गई उसकी। और आपसे बात कर रहा है। पकड़ के बुला दिया उसे। उसका देखिए ना उसे। വെക്കല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹോസ്റ്റലിലെ വിശേഷങ്ങൾ ജയകൃഷ്ണൻ चल गया। കണ്ടൂടെ? ഇതിന് മുന്നിൽ नीलांबर की दुराई। उसे कपड़े फाड़ रही है। ഒന്നങ്ങടെ വിട്ടു പറയണ്ട. ഈശ്വരാ, എന്താ ഏയ്, പറ്റിയ നിന്നെ? കുഴപ്പമൊന്നുമില്ല, ഒന്ന് വീണതാ. ओ, ആദ്യത്തെ അടി കാരണത്തായിരുന്നേ. അതോടെ ഒരാളെ പത്തായിട്ട് അടിയോ? പിന്നെ വീണതാന്ന് പറഞ്ഞു. അതെ, അടി തെറ്റി വീണതാ. അമ്മേ, അപ്പൊ തല്ല് കിട്ടിയതാ, വീണതൊന്നും അല്ലല്ലേ? വീണ് ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ്. അതോടെ അടി നിർത്തി. പിന്നെ ചവിട്ടു. ആ ഒരു ഫോണാണ് എനിക്ക് ഈ തല്ല് മുഴുവൻ മേടിച്ചു തന്നത്. മല്ലികേ, ഇത്തിരി വെള്ളം ചൂടാ. ആ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച. It has many touches of അമ്മു अबे उसका ध्यान है नहीं पढ़ाई पे। എഴുതിയെടുക്കാതെ എന്ത് ചെയ്യ അവിടെ? സർ, ഈ നോട്ട്സ് ഞമ്മ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ഷീസ് ഓൾറെഡി തറോ ഇതല്ല. भगा दिया क्लास। തന്നോടാരാ പോ? अभी चला गया उसके पीछे है। हाँ चलो पता, बोला क्यों नहीं इसने? ഇങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെ? എന്തിനാ ഈ പരീക്ഷയൊക്കെ? നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കാനല്ലേ? अच्छा, एग्जाम के बाद शादी हो जाएगी इसकी। हाँ वही तो। എക്സാം കഴിഞ്ഞാൽ എന്റെ കല്യാണമാ.
പിന്നെ ലണ്ടനിലേക്ക്. കെട്ടാൻ പോണത് ലണ്ടനിലുള്ള വലിയൊരാളാണെന്നാ. അങ്ങനെ വലിയ ആളൊന്നും വേണ്ട, എനിക്ക് ചെറിയൊരാൾ മതി. താങ്ക് യു അമ്മു, താങ്ക് യു സോ മച്ച്. അല്ലേ അമ്മു എക്സ്കർഷന്റെ ഡേറ്റ് തീരുമാനിച്ചു. നിന്റെയും ജ്യേഷ്ഠന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ ഇവന്റെ പേര് സെപ്പറേറ്റ്? അമ്മുന്റെ കൂടെ ഇത് അറ്റാച്ച്ഡ് അല്ലേ? अच्छा पिकनिक पे जाना चाह रहे हैं सब. എക്സ്കർഷണൽ ബോഡിഗാർഡിന്റെ പണി കൂടുവേ. അമ്മുന്റെ പിന്നാലെ സകല വായി നോക്കികളും ഉണ്ടാവും. ആരാടി ഓമാര്? ഇന്നു മുതൽ എന്തിനും अच्छा और ये सोच रहे हैं कि वो भी आएगी ना, वो लड़की जिससे बात करता है. ഡിസ്കഷന് ആ കുട്ടി വരൂ. ഏത് കുട്ടി? ഏ എവിടെ കുട്ടി? बुला रहा है उसे. ഇപ്പൊ പറഞ്ഞില്ലേ? ആനന്ദിനോ? കുട്ടി ധൈര്യം വന്ന് നോക്ക്. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും തീർച്ച. ആ നീല അല്ലെങ്കിൽ വേണ്ട. ड्रेस बता देगा ना भी. എന്നെയാണോ അതോ നിന്നെയാണോ? എന്നെയാണോ അതോ നിന്നെയാണോ? पीछे से. ഞാനോ? ഹലോ ഹലോ കുട്ടി. अच्छा ഇതെല്ലാം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു അമ്മു. കല്യാണം നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് നീ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വേറെ अच्छा ഏകദേശം कोई സ്നേഹിക്കുകയും पार्टनर ചെയ്യുന്ന बनाना ആ चाहती है പെൺകുട്ടിയെ ജീവിച്ച മതി എനിക്ക്. നീ പറയുന്ന ഈ നിഷ്കളങ്കത തന്നെയാ जैसे ജയകൃഷ്ണൻ प्यार हो जैसे. എന്നോട് പ്രേമം തോന്നിയിട്ടോ ഒന്നുമല്ല. ഒരു പാവപ്പെട്ട തൊഴിലാളി പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നിയ അയാളുടെ സഹജമായ ഒക്കെ അയാളോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു എനിക്ക്. പോലും വിചാരിച്ചില്ല എന്റെ അച്ഛനോ അമ്മയോ ഏട്ടനോ എന്നെ ഒരിക്കൽ മാത്രം വന്ന് കണ്ടിട്ട് പോയ ഏതോ ഒരാളുടെ കൂടെയോ. ഇതെങ്ങനെ വീട്ടിലായിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? നീ അയാളെ മനസ്സിലാക്കിയെന്ന് പറയണത് വെറുതെയാ. നിന്റെ അച്ഛൻ അയാളെ വിശ്വസിച്ച നിന്നെ കൂടെ അയച്ചിരിക്കണേ. ആ നിന്നെ തന്നെ സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കും. കൊണ്ട് ഏൽപ്പിക്കാവും അയാൾ ആദ്യം ചെയ്യാം. നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അയാൾ അങ്ങനെ ചെയ്യൂ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ? ഹലോ ഗുഡ് മോർണിംഗ് കുട്ടി. बहुत നീ गलत ഉറങ്ങാൻ कर रही है इसके പറ്റുന്നില്ല. साथ. രാത്രി മുഴുവൻ കുട്ടിയെ സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തില് मिलती तो है ये. अरे उस वाली भी नहीं होता है. ചുമ്മാ इसकी फ्रेंड से धोखा देती है. ഞാൻ വരാം. इसे जानबूझ के उसने ऐसा कहा इससे. നെക്സ്റ്റ് സൺഡേ മുനിസിപ്പൽ പാർക്കിൽ വരാമോ? ഞാനും അവിടെ വരാം. ഓക്കെ. ഒരു മിനിറ്റേ. കുട്ടി അടുത്ത ഞായറാഴ്ച എവിടെയെങ്കിലും പോവാനുണ്ടോ? ഞങ്ങൾക്ക് എവിടെയും പോവാനില്ല. എന്തേ? അല്ല പ്രോഗ്രാമിലേക്ക് വേണ്ടട്ടോ. ഡോക്ടറെ ഞാൻ പിന്നെ കണ്ടോളാം. ഏയ് ഒന്നുമില്ല, ജയകൃഷ്ണൻ പൊക്കോളൂ. താങ്ക് യു. ഞായറാഴ്ച ഫുൾ ഫ്രീയാ ഞാൻ. എത്ര മണിക്കാ കുട്ടി വരിക? വൈകിട്ട് ഒരു 3 മണി. ഓക്കെ ഓക്കെ. പിന്നെ ഇതുവരെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. संडे को 3 बजे बुला दिया. ഇനിയിപ്പോ നേരിട്ട് കാണാൻ പോവല്ലേ? അയ്യോ ബോഡി ഗാർഡ് ഇപ്പൊ ബോഡി കീറി ചത്തേനെ. അമ്മോ നീ ഇത് എന്ത്? अच्छा कौन सा देख रहा है? ജയകൃഷ്ണ, യെസ് നമുക്കൊന്ന് പുറത്തു പോണം. അല്ലേ അന്ന് ഞാൻ ചോദിച്ചപ്പോ എങ്ങും പോകാനില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് ഫിക്സ് ചെയ്തത്. അയ്യോ അത് ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യാം, എന്നാലും ഡോക്ടർ സമ്മതിക്കില്ല. അതെന്താ? ആ ഡോക്ടർക്ക് കൺസൾട്ടിംഗ് റൂം ഇല്ല. അതേത് ഡോക്ടർ? എങ്കിലാ ഡോക്ടർ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ ओ बोल दे इसने. എവിടേക്കാ പോണേ? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കാണാൻ പോണേന് എന്തിനാ വിളിക്കണേ? ये भी बता दिया इसने. ആ കുട്ടിയുടെ ഇന്ന് കാണാന്നാ പറഞ്ഞിരിക്കുന്നേ. നിങ്ങൾ തമ്മിൽ എന്താ പ്രേമ? എനിക്കിഷ്ടാ. എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാ പെണ്ണ് കാണാൻ പോകുന്നത്. അല്ല शादी का ആ दिन കുട്ടിയെ है. കാണാൻ പോകുന്നേ. കാണുമ്പോ ഇനി ओ ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? എങ്കിലിത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ജയകൃഷ്ണൻ പൊയ്ക്കോ. रोने लग गई. ये जाएगी नहीं क्या उसके पास? ഏയ് അമ്മു എന്താ ഇത്?
അമ്മ വന്നാ ഇഷ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ അമ്മുവിന്റെ പുറകെ നടക്കണമെന്ന് പറഞ്ഞ എപ്പോഴും വഴക്കാ. അതെന്നെ കണ്ടാലല്ലേ बात करती उससे वो करती वहाँ भी फोन पे बात करेगी अभी പ്ലീസ്. ഓക്കെ കം പ്ലീസ്. നിന്നാ മതി, പുറത്തേക്ക് വരണ്ട. ശരി. ഞാൻ പോയിട്ട് അങ്ങേയറ്റത്ത് നിൽക്കാം. അപ്പൊ അമ്മൂനെ ഇതിലൂടെ നോക്കി കാണാലോ ആ കുട്ടി വരുമ്പോ. സോറി, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് മൈ പ്രഷർ. क्या कर रहा है आगे फोन है। अब ऐसे नहीं बोलती हो कि मेरे मना करने के बावजूद तुमने उससे लाया। എനിക്ക് കാണണ്ട ഇയാളെ. എന്നെ ഇനി കാണാൻ പോണില്ല. കുട്ടി, അത് അമ്മു നിർബന്ധം പിടിച്ചപ്പോ ഞാൻ അറിയാണ്ട് കൊണ്ടുവന്നു പോയതാ. കൊണ്ടുവരരുതെന്ന് ഞാൻ जानबूझ के करती ना ऐसा ताकि इसे यहीं पे खत्म कर सके। നിമിഷത്തിൽ ഇതുപോലെ എന്നെ ചതിക്കില്ല, അതെന്താ ഉറപ്പ്? അയ്യോ കുട്ടി, അങ്ങനെയൊന്നും പറയരുത്. അതൊന്നും अबे കാത്തിരിക്കും വേണ്ട. കുട്ടി. ഗുഡ് ബൈ. ഹലോ. रोने लगे दोनों रोने लगे। ഇല്ല, ആ കുട്ടി വന്നില്ല. വന്നില്ലേ? എന്തു പറ്റി? അമ്മ വന്നത് ആ കുട്ടി കണ്ടിരിക്കണോ, അതിന്റെ പേരിൽ ഏയ് അത് സാരമില്ല. ആ കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിലും ഇനിയും വിളിക്കും, കണ്ടോ. വാ. കുട്ടി വിളിക്കുന്ന് എന്താ ഇത്ര ഉറപ്പ്? ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ इंतजार कर रहा പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ വന്നത്, അല്ലാതെ പരീക്ഷ എഴുതി പാസ്സാവാനൊന്നും അല്ലല്ലോ. ജയേഷിന് എഴുതണില്ലെങ്കിൽ ഞങ്ങളും ഇല്ല. നിങ്ങൾ എന്തിനാ എഴുതാണ്ടിരിക്കണേ? ജയേഷിന് എന്തിനാ എഴുതാണ്ടിരിക്കണേ? അത് ശരി ശരി, ഞാൻ എഴുതിക്കോളാം. എങ്കിൽ ആ ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. फोन का इंतजार कर रहा हूँ।